ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടീൻസ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു ഡെങ്കിരി ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഡെങ്കിരി ഡ്രസ്സിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യുന്ന ഷർട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലോത്തിനെ 4 ഫോൾഡായിട്ട് മടക്കാം. ഇപ്പോൾ ഇതാ 4 ഫോൾഡായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 22 ഇഞ്ചാണ്. ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 29 ഇഞ്ചുമാണ്. ഇനി നമുക്ക് ഷർട്ടിൻ്റെ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഷർട്ടിന് ഷോൾഡർ കട്ട് ചെയ്യാതെ ആം ഹോളിന് താഴേക്കാണ് കട്ട് ചെയ്യുന്നത്. മാർക്ക് ചെയ്തതിന് താഴേക്ക് ഷേപ്പാക്കി വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ 2ആയി മാറ്റാം. ഇതിലെ ഒരു പീസ് എടുത്തിട്ട് സെൻറ്ററിൽ മടക്കാം. എന്നിട്ട് ഇതിലെ ഫ്രണ്ട് പാർട്ടിലേക്കുള്ള ഭാഗം സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ നെക്കും കട്ട് ചെയ്യുന്നത്. 2 സ്ലീവിനുള്ള 2 പീസുകളാണിത്. ഇതിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഫ്രണ്ടിലേക്ക് എംബ്രോയ്ഡറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പീസിൻ്റെ 2 സൈഡിലായിട്ട് എംബ്രോയ്ഡറി ചെയ്തത്. മൂന്ന് സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ നീളവുമുള്ള 2 പീസുകൾ എടുത്തിട്ടുണ്ട്. ഈ പീസിലേക്ക് സ്ലീവിന് കട്ട് ചെയ്ത പീസുകൾ ഫ്രില്ലാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അടുത്തതായി കട്ട് ചെയ്തത് ഷർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസാണ്. 2 ഇഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്താണ് എടുത്തത്. ഇനി ഈ പീസ് ഫ്രണ്ട് പാർട്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ ഒരു സൈഡിൽ നല്ല വശത്ത് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ചീത്തവശത്തേക്ക് മറിച്ച് മടക്കിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. മറ്റേ സൈഡിൽ ചീത്തവശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നല്ല വശത്തേക്ക് മറിച്ച് മടക്കിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതേപോലെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതേപോലെ മറിച്ച് മടക്കിയും സ്റ്റിച്ച് ചെയ്യണം. ഈ ഒരു രീതിയിലാണ് 2 സൈഡിലും പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ ഫ്രണ്ട് പാർട്ടിലെ ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കൊന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കുമായിട്ടാണ് സ്റ്റിച്ചിങ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് എക്സ്ട്രാ വന്ന പീസ് കട്ട് ചെയ്ത് കൊടുക്കണം. നോർമൽ ഷർട്ടിന് നെക്ക് കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും നെക്ക് കട്ട് ചെയ്തത്. നെക്കിൽ ഷർട്ടിനെ പോലെയുള്ള കോളർ അല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, ഒരു ഫ്രില്ല് ഡിസൈനാണ്. അതിനുവേണ്ടി ഞാൻ 4 ഇഞ്ച് വീതിയിലുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ പീസ് ഫ്രില്ലാക്കി നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഈ പീസ് 2 ഫോൾഡായിട്ട് മടക്കിയതിന് ശേഷം കോണാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കോണായി സ്റ്റിച്ച് ചെയ്തു. ഇനി ഇത് മറിച്ചെടുത്ത് ഫ്രില്ലാക്കി സ്റ്റിച്ച് ചെയ്യണം. ഈ ഒരു മോഡലിലാണ് ഞാൻ ഫ്രില്ലാക്കുന്നത്. ഇപ്പോൾ ഇതാ ഫ്രില്ലായി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യണം. ആദ്യം തന്നെ നെക്കിൻ്റെ പുറകുവശത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം.
എന്നിട്ടിത് നിവർത്തി അതിൻ്റെ പുറകുവശത്തു കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് കോളർ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തത്. ഇതാ ഈ ഒരു മോഡലിലാണ് ഇപ്പോൾ കോളർ കിട്ടിയത്. ഇനി അടുത്തതായി സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവാണ്. സ്ലീവ് നമ്മൾ ഫ്രില്ലായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ക്ലോത്തിൻ്റെ രണ്ട് സൈഡിലും ലൂസായിട്ടുള്ള സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ഫ്രില്ലാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ രണ്ട് സൈഡിലും ലൂസായിട്ടുള്ള സ്റ്റിച്ചിങ് കൊടുത്തു. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസിൻ്റെ അതേ അളവിൽ ഫ്രില്ലാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ കറക്റ്റായി ഫ്രില്ലാക്കി എടുത്തു. ഇനി ഇത് ഈ പീസുമായി സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ സ്ലീവിൻ്റെ തായ് ഭാഗത്തേക്കുള്ളത് സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് സ്ലീവിന് കണക്കാക്കി ഫ്രില്ലാക്കി എടുക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ഫ്രില്ലാക്കുന്നത്. ത്രെഡിനെ ഒരു സൈഡിലേക്ക് നീക്കി ഫ്രില്ലാക്കി എടുക്കുകയാണ്. ഇതാ ഇതേപോലെ ആക്കിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് മാത്രമേ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഡിസൈൻ വരുന്നുള്ളൂ. സ്ലീവിൻ്റെ പിറകുവശത്തേക്ക് ഡിസൈൻ വരുന്നില്ല. ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഷർട്ടിൻ്റെ സൈഡ് ഇതേപോലെ യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഈ ടോപ്പിൻ്റെ സൈഡും യോജിപ്പിച്ചെടുത്തു. ഇനി ഇതിൻ്റെ തായ് ഭാഗം ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ തായ് ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ ഇതാ ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിൽ ബട്ടനും ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്യണം. ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തതായി സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ഡെങ്കിരി ഡ്രസ്സാണ്. ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ തായ് ഭാഗത്തേക്ക് ത്രെഡ് വർക്കും കട്ട് വർക്ക് എംബ്രോയ്ഡറിയും ഒക്കെ വരുന്നുണ്ട്. 2 മീറ്റർ ക്ലോത്ത് കൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലോത്തിനെ 4 ഫോൾഡായിട്ട് മടക്കാം. ഇപ്പോൾ ഇതാ ക്ലോത്തിനെ 4 ഫോൾഡായിട്ട് മടക്കി. ഇനി അളവുകളൊക്കെ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് 32 ഇഞ്ചാണ്. ഇനി ഈ പീസിലേക്ക് ആം ഹോളും ഷോൾഡറും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ മാർക്ക് ചെയ്യുന്നത് ആം ഹോളാണ്. എന്നിട്ട് മാർക്ക് ചെയ്യുന്നത് വള്ളി അറ്റാച്ച് ചെയ്യേണ്ട പോയിൻ്റാണ്. ഇപ്പോൾ ഇത് അളവുകളൊക്കെ മാർക്ക് ചെയ്തു. ഇനി മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈ പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ പീസിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ലൈനിങ്ങിൻ്റെ പീസ് ഫുള്ളായിട്ട് ലെങ്ത് എടുത്തിട്ടില്ല. ത്രെഡ് വർക്കിൻ്റെ സ്പേസ് വരെ മാത്രമേ ലൈനിങ്ങിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളൂ. ഇഞ്ച് വീതിയും 14 ഇഞ്ച് നീളവുമുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. ഈ പീസ് 2 ഫോൾഡായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചെടുക്കണം. ഷോൾഡർ പാർട്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പീസാണിത്. ഈ പീസുകൾ ഫ്രണ്ട് പീസിൻ്റെ മുകൾ ഭാഗത്ത് ഷോൾഡർ പോയിന്റിൽ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നല്ല വശത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നല്ല പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അരികിലൂടെ ചെറുതായി കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പീസ് മറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അരികിലൂടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പീസിലും ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസിൽ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ ബാക്ക് പീസിലും സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും ഒക്കെ ഷോൾഡർ അറ്റാച്ച് ചെയ്തു. ഇപ്പോൾ ഇതാ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 2 പീസിൻ്റെയും നല്ല വശം ഒരുമിച്ച് വെച്ച് സൈഡ് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ സൈഡൊക്കെ യോജിപ്പിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിലൂടെ ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 ഇഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ പീസ് ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചീത്ത വശത്തേക്ക് മറിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. മറ്റേ സൈഡിൽ ആദ്യം ചീത്ത വശത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ടത് നല്ല വശത്തേക്ക് മറിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ 2 സൈഡിലും താഴെ വരെ അറ്റാച്ച് ചെയ്തു. ഇനി ഇത് മറിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ചീത്ത വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തത് മുകൾ ഭാഗത്തേക്ക് മറിച്ച് മടക്കിയും സ്റ്റിച്ച് ചെയ്യണം. മുകൾ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തത് ഉൾവശത്തേക്ക് മടക്കിയും സ്റ്റിച്ച് ചെയ്യണം. ഇനി ഇതിൽ ബെൽറ്റ് ഇടാനുള്ളൊരു ഹൂക്ക് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ 2 ഇഞ്ച് വീതിയിലുള്ള ഒരു ബെൽറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഡ്രസ്സിലേക്ക് ബെൽറ്റ് ഇടാനുള്ള ഹൂക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള അളവ് മാർക്ക് ചെയ്യുകയാണ്. ഹൂക്ക് ഇതുപോലെ ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഇപ്പോൾ ഇതാ ഡെങ്കിരി ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയി.
ഇനി ഇതിലേക്ക് ബട്ടനും ബട്ടൺ ഹോളുമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ ബട്ടൺ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.